ഹായ് സുഹൃത്തുക്കളെ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പം നമ്മുടെ ഇന്നത്തെ AM to PM ചാനലിലെ പുതിയൊരു സെഗ്മെൻറ്റ് കൂടി ഇന്ന് ആഡ് ചെയ്യുകയാണ്. അതിൻ്റെ പേര് സ്റ്റോറി ടു സ്റ്റോറി എന്നാണ്. അതായത് ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ്. അതായത് ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു സ്ഥലത്താണ്. അതായത് ഏനാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് പത്തനംതിട്ട ജില്ലയും കൊല്ലം ജില്ലയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു അതിർ വരമ്പാണ് ഈ ഏനാത്ത് എന്ന് പറയുന്ന ആറ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അവിടെ ഏനാത്ത് പാലമാണ് നമ്മൾ ഈ കണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ അഭിമാനമായ, നമ്മുടെ രാജ്യത്തിൻ്റെയൊക്കെ അഭിമാനമായ സൈന്യം വന്ന് ബെയിലി പാലം നിർമ്മിച്ച ഒരു കഥ ഉണ്ട്. അത് ഒരു കാലത്ത് നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഏനാത്ത്. അപ്പം ഇവിടെ സൈന്യം വരികയും ഇവിടെ ഒരു ബെയിലി പാലം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ആ സമയത്ത് എനിക്ക് ഇതുവഴി ഒന്ന് രണ്ട് തവണ പോകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്ഥലം ഇവിടെ അടുത്താണ്, അടൂർ തന്നെയാണെങ്കിലും കൊട്ടാരക്കരയ്ക്ക് ഒന്ന് രണ്ട് തവണ പോകുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്ന് അതുവഴി എനിക്ക് സഞ്ചരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ടുള്ള നമ്മുടെ ഭാരതത്തിലെ സൈന്യം ഈ ബെയിലി പാലം നിർമ്മിക്കുന്നതിൽ വളരെ വിദഗ്ധരാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല സൂപ്പറായിട്ട് നല്ല രീതിയിൽ പാലം നിർമ്മിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഈ ബെയിലി പാലം എന്ന കോൺസെപ്റ്റ് വരുന്നത് തന്നെ രണ്ടാം ലോക മഹായുദ്ധകാലത്താണ്. ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ പാലം നിർമ്മിക്കുന്നതിനാണ് ബെയിലി പാലം എന്ന് പറയുന്നത്. ഇരുമ്പ് പീസുകൾ തമ്മിൽ യോജിപ്പിച്ച് ഉണ്ടാക്കുന്നതാണ് ഈ ബെയിലി പാലം. ഇത് ആ കാണുന്നതുണ്ട്, ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന ആ ഭാഗത്താണ് ബെയിലി പാലം നിർമ്മിച്ചത്. അവിടുന്ന് മറുകരയിലേക്കാണ് ബെയിലി പാലം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പാലം നിർമ്മിച്ച സ്ഥലമാണ്. പിന്നീട് അത് ഒരു 6 മാസം കൂടെ അവർ എക്സ്റ്റെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം മിലിറ്ററി വന്നത് തിരിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ അത് താൽക്കാലികമായിട്ടുണ്ടാക്കിയ പാലമായിരുന്നു. അപ്പോൾ ഈ പാലത്തിനാണ് നമ്മുടെ ഇപ്പം നിലവിലുള്ള ഈ പാലത്തിനായിരുന്നു തകരാറുണ്ടായിരുന്നത്. ഇപ്പോഴും ഒരു ചെറിയ കുലുക്കമൊക്കെ ഉള്ളതായിട്ടാണ് തോന്നുന്നത് നമുക്കിപ്പം ഇതിൽ കയറുമ്പോൾ. പക്ഷെ എന്തായാലും ഇതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും ഇതിൽ സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പുതിയൊരു സെഗ്മെൻറ്റ് ചെയ്യുമ്പം അതായത് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന പട്ടാളത്തിന് സൈന്യത്തെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ പല തവണ ഇതുവഴി കടന്നു പോകുമ്പം ഇങ്ങനെ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് എൻ്റെ ഓർമ്മയിലേക്ക് വരികയും ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അത് എനിക്കിപ്പോഴാണ് അതിനൊരു ടൈം കിട്ടിയത്. അപ്പം ഇത് നമ്മുടെ പട്ടാളം അതിന് മാത്രം സംരക്ഷിക്കുകയല്ല ചെയ്യുന്നത്. പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ മനുഷ്യർക്ക് നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന മറ്റ് ദുരന്തങ്ങൾക്കും ഒരു കൈത്താങ്ങായിട്ട് അവർ അനുവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ മികച്ച ഉദാഹരണമാണ് ഇത്. അപ്പം ഇവിടെ അന്നത്തെ ഒരു ടൈം ലിമിറ്റായിട്ട് അവർ ഇത് ചെയ്യുകയും അതുവഴി വാഹനങ്ങൾ പോവുകയും ഒക്കെ കാണാനായിട്ട് ഇവിടെ നിറയെ ആൾക്കാരൊക്കെ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യുന്നത് എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ഞാനും വന്നിരുന്നു. ഞാൻ പലതവണ ഇതുവഴി ആ പാലത്തിൽ കൂടി യാത്ര ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. അപ്പോൾ ഇന്ന് കൂട്ടുകാരെ, ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതിലൂടെ നമ്മൾ പുതിയൊരു സെഗ്മെൻറ്റ് തുടങ്ങിയിരിക്കുകയാണ്.